സജി ചെറിയാനെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി. ഭരണഘടനയെ അവഹേളിച്ചതിന് സജി ചെറിയാനെ എതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് ബൈജു നോയലാണ് കത്ത് നൽകിയത്. മന്ത്രിയായ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചതായി പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടെന്നും അതിനാലാണ് തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചതെന്നും കത്തിൽ പറയുന്നു. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാസ് ചേരുകയാണ് വിവരങ്ങളുമായി. ഷപ്ന, ഹർജിക്കാരൻ തന്നെ ഗവർണർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പരാതിയിൽ ആവശ്യപ്പെടുന്നത്? ലക്ഷ്മി, സജി ചെറിയാനെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്നതാണ് ഗവർണർക്ക് അയച്ച പരാതിയിൽ പ്രധാനമായും അഡ്വക്കേറ്റ് ബൈജു നോയൽ പറയുന്നത്. ഇദ്ദേഹം തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ ക്ലീൻ ചിറ്റ് നൽകിയ പോലീസിന്റെ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് പരിഗണിക്കുകയും ഇതിൽ വിധി പറയുകയും ചെയ്തത്. അന്ന് സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി എന്ന് വ്യക്തമാണ്. ഈ പ്രസംഗത്തിന്റെ കോപ്പി അടക്കം പരിശോധിച്ച് അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തിയില്ല, കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോയില്ല. ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ നടത്താതെയാണ് മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇതിൽ അന്വേഷണം വീണ്ടും നടത്തണം എന്ന് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഭരണഘടനയെ അവഹേളിച്ചതിന് അന്വേഷണം ആവശ്യപ്പെട്ട കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി തന്നെയാണ് അത് അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടതാണ്. അതിനാൽ മാത്രമാണ് തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. അന്വേഷണം നേരിടുന്നയാളെ ഇത്തരത്തിൽ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കരുത് എന്നാണ് ഈ കത്തിൽ പറയുന്നത്. ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.